എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 1 ശ്ലോകം 28 വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് ശ്ലോകം 29 മുതൽ ആരംഭിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം ക്ലാസ് എടുക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരിയോം സാർ. ഹരിയോം. 46 വരെ എടുത്തില്ലേ? അതെ, 29 വരെ അല്ല, 46. അത് കഴിഞ്ഞ പ്രാവശ്യം എടുത്താണ്. 46 മുതലായി 47 മുതലായി എടുക്കണ്ടേ? അതെ, സോറി സാർ, അതിന് മുമ്പത്തെ ക്ലാസ്സിലായിരുന്നു അങ്ങനെ. ഞാൻ അത് എഴുതി വെച്ചത് തെറ്റിപ്പോയി. സോറി. ആണോ? എന്നാ അങ്ങനെ പറ്റിയതായിരിക്കും. ഇന്ന് 47 മുതൽ എടുക്കണം. 47 മുതൽ 46 വരെയാണ് കഴിഞ്ഞ വർഷം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാതരവോ അഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിവാസോസ്മി. മമദമീരയ ലഭ്യതകൃത്യം നീതമായ ഭാഗവതം ചതുർത്ഥ സ്കന്ധം 1-ാം അധ്യായം ശ്ലോകം 47. പ്രസൂതിം മാനവീം ദക്ഷ ഉപയേമേ ഹ്യജാത്മജാം തഫ്യം ഫഫർജദുഹിതൂഹു ഷോഡശാമലലോചനാഹം. പ്രസൂതിം മാനവി. മാനവി എന്ന് വെച്ചാൽ മനുപുത്രി എന്നർത്ഥം. മനുപുത്രിയായ പ്രസൂതിയെ, മാനവീം പ്രസൂതിം ദക്ഷ ഉപയേമേ ഹി അജാത്മജ. അജാത്മജ ദക്ഷ ഉപയേമേ. അജൻ ബ്രഹ്മാവ്, അജാത്മജൻ ബ്രഹ്മപുത്രനായ ദക്ഷൻ ഉപയേമേ വിവാഹം ചെയ്തു. അടുത്ത ഓരോരുത്തരുടെയും സന്താന പരമ്പരയുടെ കഥയിലേക്ക് കിടക്കുകയാണ്. ഇനിയും മനുപുത്രിയായ പ്രസൂതിയെ ബ്രഹ്മപുത്രനായ ദക്ഷൻ വിവാഹം കഴിച്ചു. മനുവിന്റെ 3ാമത്തെ പുത്രിയാണ് പ്രസൂതി. ആ പ്രസൂതിയെ ബ്രഹ്മാവിന്റെ ഇളയ മകനായ ദക്ഷൻ എന്ന പ്രജാപതി വിവാഹം ചെയ്തു. തഫ്യാം അവളിൽ ഫഫർജ സൃഷ്ടിച്ചു, ദുഹിതൃഹു പെൺകുട്ടികളെ, ഷോഡശ അമലലോചനാഹ 16 പുത്രിമാരെ ജനിപ്പിച്ചു. തഫ്യാം ഫഫർജ ദുഹിതൃഹു ഷോഡശ അമലലോചനാഹ. തഫ്യാം അവളിൽ ഫഫർജ സൃഷ്ടിച്ചു, ദുഹിതൃഹു ദുഹിതാക്കളെ, പെൺകുട്ടികളെ, ഷോഡശം 16, അമലലോചനാഹ സുന്ദരിമാർ, സുന്ദരിമാരായ 16 പെൺകുട്ടികളെ അവളിൽ ജനിപ്പിച്ചു. ദക്ഷന് പ്രസൂതിയിൽ 16 പെൺകുട്ടികളുണ്ടായി. എത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ. പ്രസൂതി മാനവീം ദക്ഷ ഉപയേമേ ഹ്യജാത്മജാം തഫ്യം ഫഫർജദുഹിതൃഹു ഷോഡശാമലലോചനാഹം. മാനവീം പ്രസൂതിം അജാത്മജഃ ദക്ഷഃ ഉപയേമി തഫ്യാം അമലലോചനാഹ ഷോഡശദുഹിതൃഹു ഫഫർജ. പ്രസൂതിം മാനവീം ദക്ഷ ഉപയേമേ ഹ്യജാത്മജാം തഫ്യം ഫഫർജദുഹിതൃഹു ഷോഡശാമലലോചനാം. ത്രയോദശാദത്രയോ അതെടുത്തു.
തഥാ ഏകാം അഗ്നയെ വിഭുവായ സമർത്ഥനായ ദക്ഷൻ ഒരു മകളെ അഗ്നയെ അതാ അഗ്നിക്കായിക്കൊണ്ട് ഒരാളെ കൊടുത്തു. അപ്പൊ 13 14 പേരായി. പിതൃഭ്യ ഏകാം ഒരുവളെ പിതൃദേവന് കൊടുത്തു. അപ്പൊ 15 യുക്തിഭ്യോ ഭവായ ഏകാം ഭവച്ഛിതി ഒരാളെ ശിവന് വിവാഹം കഴിച്ചു കൊടുത്തു. 13 പേരെ ധർമ്മദേവന് കൊടുത്തു. ഒരാളെ അഗ്നി കൊടുത്തു. പിതൃക്കൾക്കായിക്കൊണ്ട് ഒരാളെ കൊടുത്തു. ഭവച്ഛിതേ ഭവായ സംസാരത്തെ നശിപ്പിക്കുന്ന ശിവനായിക്കൊണ്ട് ഏകാം ഒരുത്തിയെയും അതാ കൊടുത്തു. യുക്തിഭ്യ പിതൃഭ്യ യോഗ്യരായ പിതൃക്കൾക്ക് ഒരാളെ കൊടുത്തു. അങ്ങനെ ദക്ഷന് ഈ പ്രസൂതിയിലുണ്ടായ 16 പുത്രിമാരെയും വിവാഹം കഴിച്ചു കൊടുത്തു. യോഗ്യതയുള്ള വരന്മാരാണ് എന്ന് ഇവിടെ ദക്ഷന്റെ സാമർഥ്യം കൊണ്ട് ദക്ഷൻ ഉറപ്പിക്കുന്നുണ്ട്. 13 പേരെ ധർമ്മദേവനും ഒരുത്തിയെ അഗ്നിക്കും വേറൊരുത്തിയെ യോജിച്ച പിതൃദേവതമാർക്കും മറ്റൊരാളെ ഭക്തന്മാരുടെ സംസാരത്തെ ഇല്ലാതാക്കുന്ന പരമശിവനും വിവാഹം കഴിച്ചു കൊടുത്തു. എത്രയോ ദിശാധർമായാം തഥൈകാമഗ്നയേ വിഭു പിതൃഭ്യേ ഏകാം യുക്തേഭ്യോ ഭവായേകം ഭവച്ഛിതേ. ധർമായ ത്രയോദശ അഗ്നയെ ഏകാം യുക്തേഭ്യ പിതൃഭ്യ ഏകാം ഭവച്ഛിതേ ഭവായ ഏകാം വിഭു അദാത്. ത്രയോദശാധർമായ തഥൈകാമഗ്നയേ വിഭു പിതൃഭ്യേ ഏകാം യുക്തേഭ്യോ ഭവായേകം ഭവച്ഛിതേ. ത്രയോദശാധർമായാം തഥൈകാമഗ്നയേ വിഭു പിതൃഭ്യേ ഏകാം യുക്തേഭ്യ ഭവായേകം ഭവച്ഛിതേ. ശ്രദ്ധാ മൈത്രീ ദയാ ശാന്തി തുഷ്ടി പുഷ്ടിക്രിയോന്നതി ബുദ്ധിർമേധാ തിതിക്ഷാ ഹ്രീർ മൂർത്തി ധർമ്മഫ്യപത്നയാം. അല്ലെ ധർമ്മദേവന്റെ പത്നിമാരായ 13 ദക്ഷപുത്രിമാരുടെ പേര് ഒന്ന് പറഞ്ഞതാണ്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രീ, മൂർത്തി എന്ന് 13 പേരുകൾ. ഈ 13 പേരെയാണ് ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തത് എന്നാ പറഞ്ഞത്. ഇത്രയും ഈ പേര് വീണ്ടും എടുത്തു പറയാൻ കാരണം ഈ പേരിലെ എന്തൊക്കെയോ ചില അർത്ഥങ്ങൾ വ്യാസൻ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നും ഈ കേട്ടാൽ. അതിൽ ആദ്യത്തെ ആള് ശ്രദ്ധ എന്നാണ് പേര്. ശ്രദ്ധ ആദിയായ മനുഷ്യസഹജമായ ഗുണങ്ങൾക്ക് ഒരു ദേവതയെ കൽപ്പിച്ചാൽ ആ ദേവതയാണ് ശ്രദ്ധാദേവത. ദേവി മഹാത്മ്യത്തിലും പലയിടത്തും
ശ്രദ്ധ എന്ന് ഒരു ശക്തി സ്വരൂപിണിയെ കുറിച്ച് പറയാറുണ്ട്. അതേപോലുള്ള ഒരു ശക്തി ദേവതയാണ് ഈ ദക്ഷന്റെ ഒരു പുത്രി. അതുകൊണ്ടാണ് അവൾക്ക് ശ്രദ്ധ എന്ന് പേര് വന്നത്. ശാസ്ത്രത്തിൽ പറയപ്പെട്ട വിധത്തിലുള്ള ഒരു വിശ്വാസം, ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം എന്നർത്ഥം. ശാസ്ത്രത്തിൽ പറയപ്പെട്ട സകല കാര്യങ്ങൾക്കും വിശ്വാസം അർപ്പിക്കുന്നവളാണ് ശ്രദ്ധ. ഇനി രണ്ടാമത്തവളുടെ പേര് മൈത്രി എന്നാണ്. ഹിതം ചെയ്യുന്നവൾ എന്നാണ്. മിത്ര എന്ന് വെച്ചാൽ ഹിതം എന്നർത്ഥം. ഹിതം ചെയ്യുന്നവളാണ്. ആ സ്വഭാവം ഉള്ളത് കൊണ്ട് മൈത്രി എന്ന് വിളിച്ചു. ഇനിയും മറ്റവൾ ദയയാണ്. മറ്റുള്ളവരുടെ ദുഃഖം ഇല്ലാതാക്കണം എന്നുള്ള വിചാരം ആണ് ദയ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കാരുണ്യം ഉണ്ടാകുന്നവൾ, അതാണ് ദയ. അതുകൊണ്ട് അവൾക്ക് ദയ എന്ന പേരായി. പിന്നത്തവൾ ശാന്തിയാണ്. ശാന്തത ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാ വിഷയങ്ങളോടുമുള്ള ആഭിമുഖ്യത്തെ പിന്തിരിപ്പിച്ച് ശാന്തയായിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ശാന്ത എന്നു പേരായി, ശാന്തി എന്നു പേരായി. പിന്നത്തെ തുഷ്ടിയാണ്. തുഷ്ടി എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് സന്തുഷ്ടമായി കഴിയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് അവളെ തുഷ്ടി എന്ന് വിളിച്ചു. മറ്റവൾ പുഷ്ടിയാണ്. ശരീരം നല്ല പുഷ്ടത പ്രാപിച്ചവളാണ്. സ്ഥൂല ശരീരിയാണ്. മറ്റവളുടെ പേര് ക്രിയ എന്നാണ്. അതായത് ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ക്രിയ എന്ന പേരായത്. ധനധാന്യാദികളുടെ അഭിവൃദ്ധിയാണ് ഉന്നതി. അടുത്ത ആളുടെ പേര് ഉന്നതി എന്നാണ്. പിന്നത്തേത് ബുദ്ധിയാണ്. വിചാരപൂർവം കാര്യങ്ങളെ നിശ്ചയിക്കാനുള്ള കഴിവ്, ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള കഴിവ്, അതാണ് ബുദ്ധി. അതേപോലെ അനുഭവിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള കഴിവാണ് മേധ. അനുഭവിച്ച ഒത്തിരി കാര്യങ്ങൾ മറക്കാതെ ബുദ്ധിയിൽ അത് സൂക്ഷിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക, അതിനാണ് മേധ. തിതിക്ഷ ഇഷ്ടാനിഷ്ടങ്ങൾ, ദ്വന്ദ്വങ്ങളെ സഹിക്കാനുള്ള കഴിവ്. ഇഷ്ടാനിഷ്ടങ്ങൾ, സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ജയാപജയങ്ങൾ, ദ്വന്ദ്വങ്ങളെ സഹിക്കാനുള്ള കഴിവ്. പിന്നത്തെ ഹ്രീ. ഹ്രീ എന്ന് വെച്ചാൽ ലജ്ജയാണ്. നിന്ദ്യകർമ്മം ചെയ്യുന്നതിൽ ലജ്ജയുള്ളവൾ എന്നർത്ഥം. കേൾക്കുന്നു. നിന്ദ്യകർമ്മം ചെയ്യുന്നതിൽ ഉള്ളവരിൽ ഇതാണ് ആ വാക്കിന്റെ അർത്ഥം, ഹ്രീ. പിന്നത്തെ മൂർത്തിയാണ്. ശുദ്ധിയെ അഭിമാനിക്കുന്ന ഒരു ശക്തിയാണ് മൂർത്തി. കൊണ്ട് അവൾക്ക് മൂർത്തി എന്ന പേരായി. ഇത്രയും പേരാണ് ധർമ്മദേവന്റെ പത്നിമാർ. ഈ വക ശുഭലക്ഷണങ്ങളെ ജനിപ്പിക്കുന്ന ദേവതകളെയാണ് ദക്ഷപുത്രിമാരായിട്ട് പറഞ്ഞത്. ഈ ഗുണങ്ങൾ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഗുണങ്ങളാണ്. അതുകൊണ്ട് മനസ്സിന്റെ അധിഷ്ഠാന ദേവതകളായ ചന്ദ്രാദികൾ, ഈ ശ്രദ്ധാദികളായ 16 പേരും ചന്ദ്രന്റെ കലകളാണ് എന്നും പല ഋഷികവികളും അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അവയിൽ 15 കലകൾ തിഥികളാണ്. 16ാമത്തേത് ചന്ദ്രന്റെ തന്നെ സ്വരൂപമായ കലയാണ്. അതിന് നിത്യ എന്ന് പേരുമുണ്ട്. കാരണം ചന്ദ്രൻ സംവത്സരങ്ങളുടെ അഭിമാന ദേവതയായ പ്രജാപതിയായതുകൊണ്ട് കർമ്മങ്ങളുടെ ഫലം കൊടുക്കാൻ ചന്ദ്രന് കഴിവുണ്ട്. ശ്രദ്ധാദികളായ ഈ ശുദ്ധഭാവങ്ങൾ ആർക്കുണ്ടോ അവർക്ക് സംസാരത്തെ ഇല്ലാതാക്കി തീർക്കാനുള്ള കഴിവുണ്ട് പോലും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകളിൽ ഇവരെ അറിയപ്പെട്ടത് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അതൊരു കാരണമാണ്.
ഇങ്ങനെ ഇത്രയും പേരുടെ പേരിന്റെ ഒരു അന്വർത്ഥതയും കൂടി ചിന്തിച്ചിട്ടാണ് വ്യാസൻ അവിടുന്ന് പോവുക. ശ്രദ്ധാ മൈത്രീ ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി ബുദ്ധിർമേധാതി ദീക്ഷാഹേ മൂർത്തി ധർമ്മസ്യപത്നയാം. അതിന്റെ അന്വയം അങ്ങനെ തന്നെയാണ്. ശ്രദ്ധാ മൈത്രീ ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി ബുദ്ധിർമേധാതി ദീക്ഷാം ധർമ്മസ്യപത്നയാം. കേൾക്കാലോ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സർ, കേൾക്കാം. കേൾക്കാം. കേൾക്കാമല്ലോ? കേൾക്കാം സർ. കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നില്ല സർ. ഇപ്പൊ കേൾക്കാനില്ല. ഇപ്പൊ കേൾക്കണില്ല. മറ്റേതിനകത്ത് എപ്പോഴും അങ്ങനെ എനിക്ക് പാൽപ്പെട്ടാൽ കേൾക്കാം. കേൾക്കാം സർ, ഇപ്പൊ കേൾക്കാം. ഹലോ, ഇപ്പൊ കേൾക്കാം. കേൾക്കാം. ഇതാ ബാക്കി പറഞ്ഞോട്ടെ. കേൾക്കാം സർ, പറഞ്ഞു. കേൾക്കാം. ശ്രദ്ധാഭൂതശുഭം മൈത്രീ പ്രസാദമഭയം ദയാം ശാന്തി സുഖം മുദം തുഷ്ടിസ്മയം പുഷ്ടിരഭൂയതാം യോഗം ക്രിയോന്നതത്വം അർത്ഥം ബുദ്ധിരഭൂയതാം മേധാസ്മൃതിം തിതിക്ഷാതു ക്ഷേമം ഹി പ്രശ്രയം സുതം. ഈ ശ്രദ്ധാദികളായ പത്നിമാരെ സ്വീകരിച്ച ധർമ്മദേവനെ പത്നിമാരുണ്ടായ സന്തതികളെ കുറിച്ച് പറയാം. ശ്രദ്ധ അഭൂത ശുഭം. എന്താ? ശ്രദ്ധ ശുഭനെ പ്രസവിച്ചു. ശ്രദ്ധയിലുണ്ടായ പുത്രന്റെ പേര് ശുഭൻ എന്നാണ്. ശ്രദ്ധ അഭൂത ശുഭം. മൈത്രി പ്രസാദം. മൈത്രി പ്രസാദനെയും അഭയം ദയ, ദയ അഭയനെയും ശാന്തി സുഖത്തെയും തുഷ്ടിമുദത്തെയും പുഷ്ടി സ്മയത്തെയും അഭൂയത. ക്രിയ യോഗത്തെയും ഉന്നതി ദർപ്പത്തെയും ബുദ്ധി അർത്ഥത്തെയും അസൂയത പ്രസവിച്ചു. മേധാസ്മൃതിയെയും തിദിക്ഷക്ഷേമത്തെയും പ്രശ്രയം എന്ന ഗുണമുള്ള പുത്രനെയും സുതം അഭൂത ലഭിച്ചു, കിട്ടി എന്ന് പറയുകയാണ്. ഈ 13 പേരിലുണ്ടായ പുത്രന്മാരുടെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈ പേരുകൾ മുകളിൽ പറഞ്ഞ ആ പത്നിമാരോട് ചേരുമ്പോൾ അനുഭവിച്ചറിയുന്ന ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് ശ്രദ്ധ കൊണ്ട് ശുഭനെ കിട്ടും, ശുഭം കിട്ടും.
മൈത്രി കൊണ്ട് പ്രസാദം കിട്ടും, പ്രസാദ് എന്ന പുത്രനായി. ദയ കൊണ്ട് അഭയം കിട്ടും, അഭയൻ എന്ന പുത്രനായി. ശാന്തി കൊണ്ട് സുഖം കിട്ടും, അതുകൊണ്ട് സുഖൻ എന്ന പുത്രനായി. തുഷ്ടി കൊണ്ട് മോദം കിട്ടും, അതുകൊണ്ട് മുദൻ എന്ന പുത്രനായി. പുഷ്ടി കൊണ്ട് സ്മയത ഉണ്ടാകും, സ്മയം എന്നുവെച്ചാൽ ഗർവ് എന്നർത്ഥം, അതുകൊണ്ട് അതിനെ സ്മയൻ എന്ന് പറയും. ക്രിയ കൊണ്ട് യോഗനെയും കിട്ടി, ഉന്നതി കൊണ്ട് ദർപ്പനെയും കിട്ടി. ബുദ്ധി കൊണ്ട് അർത്ഥനെയും, മേധ കൊണ്ട് സ്മൃതിയെയും, തിദിക്ഷ കൊണ്ട് ക്ഷേമത്തെയും, സ്ത്രീ കൊണ്ട് പ്രശ്രയം എന്ന വിനയത്തെ, പ്രശ്രയം വിനയമാണ്. ഇത്രയും പുത്രന്മാരെ പ്രസവിച്ചു. അപ്പൊ തിദിക്ഷ ക്ഷേമനെയും സ്ത്രീ പ്രശ്രയെയും പ്രസവിച്ചു എന്ന് ഓരോരുത്തരുടെയും പത്നിമാരോട്, അമ്മമാരോട് ധർമ്മദേവൻ ചേർന്നപ്പോൾ ഉണ്ടായ അനുഭവത്തെയാണ് ഈ പറയുക. മുമ്പ് പറഞ്ഞു ആ പത്നിമാരുടെ പേരൊക്കെ മാനസമാണ്, മനസ്സിനെ സംബന്ധിക്കുന്നതാണ്. ചന്ദ്രസംബന്ധികളാണ്, ചന്ദ്രൻ മനസ്സിന്റെ ദേവതയാണ്. അതുകൊണ്ട് ആ 15 പേരും ചന്ദ്രന്റെ കലകളാണ് എന്നൊക്കെ നേരത്തെ നമ്മൾ ഒന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ മാനസിക ഗുണസമ്പന്നനായ ധർമ്മസ്വരൂപനെ ശുഭം, പ്രസാദം, അഭയം, സുഖം, സന്തോഷം, സ്മയം, യോഗം, ദർപ്പം, അർത്ഥം, സ്മൃതി, ക്ഷേമം, വിനയം എന്നിങ്ങനെ സമ്പത്തുകൾ ഉണ്ടായി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. പുത്രൻ എന്നുള്ളത് സമ്പത്താണ്. ഇത്രയും സമ്പത്തുകൾ ആ ധർമ്മദേവനുണ്ടായി. ഈ 13 പത്നിമാരോട് ചേർന്നപ്പോൾ 13 സദ്ഗുണങ്ങൾ ലഭിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതിന് ചേർന്ന ഇണങ്ങുന്ന പേരുകളിട്ട് ഈ പുത്രന്മാരെ പരിചയപ്പെട്ടു. ശ്രദ്ധാബോധ ശുഭം മൈത്രി പ്രസാദം അഭയം ദയാം ശാന്തി സുഖം മുദം ദുഷ്ടിസ്മയം പുഷ്ടിരഭൂയതാം യോഗം ക്രിയോന്നതർപ്പമർത്ഥം ബുദ്ധിരഭൂയതാം മേധാസ്മൃതിം തിദിക്ഷാതു ക്ഷേമം ഹേ പ്രശ്രയം സുതം. അവിടെയും അന്വയിക്കാൻ പ്രത്യേകിച്ചില്ല, അതുപോലെ തന്നെ എഴുതിയാൽ മതി. ശ്രദ്ധാഭൂത ശുഭം മൈത്രി പ്രസാദം അഭയം ദയാം ശാന്തി സുഖം മുദം ദുഷ്ടിസ്മയം പുഷ്ടിരഭൂയതാം യോഗം ക്രിയോന്നതർപ്പമർത്ഥം ബുദ്ധിരഭൂയതാം മേധാസ്മൃതിം തിദിക്ഷാതു ക്ഷേമം ഹേ പ്രശ്രയം സുതം. മൂർത്തി സർവഗുണോത്പത്തർനരനാരായണാവൃഷി യയോർ ജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതിം മനാംശി കൗഭോവാത പ്രഭേദുസ്പരിതോത്രയാം. ഇനി സർവഗുണസമ്പന്നയായ മൂർത്തി എന്ന ദേവി ധർമ്മദേവനെ സർവഗുണ ഉത്പത്തി, എല്ലാ ഗുണങ്ങളോടും കൂടിയ നരനാരായണവും ഋഷി, നരനാരായണാവൃഷി, നരനാരായണവും അധികം ഋഷി കുളിച്ചിരുമ്പോൾ നരനാരായണാവൃഷി എന്ന് ദീർഘമായി. നരൻ എന്നും നാരായണൻ എന്നും പേരുള്ള 2 ഋഷിമാർ ധർമ്മദേവന് മൂർത്തി എന്ന പത്നിയിൽ ഉണ്ടായി. യയോഹോ, ആ 2 പേരാൽ ജന്മനി അതോ, ജന്മത്തിൽ, അധഹ എന്നുവെച്ചാൽ ഈ ലോകത്തെ, അധഹ വിശ്വം അഭ്യനന്ദത്, ഈ ലോകത്തെ, അധഹ വിശ്വം ഈ ലോകത്തെ, അഭ്യനന്ദത് ഏറ്റവും അധികം അഭിനന്ദിച്ചു, സുനിർവൃതം ഏറ്റവും നിർവൃതിയുള്ളവനായിട്ട് ഈ ലോകം അഭിനന്ദിച്ചു ഈ 2 ഋഷിമാരെ കൊണ്ട്. യയോഹു, ഈ ആദ്യ 2 ഋഷിമാർ, നരനാരായണന്മാർ എന്ന 2 ഋഷിമാരുടെ ജന്മം കൊണ്ട് ഈ ലോകം ഏറ്റവും നിർവൃതി അടഞ്ഞിട്ട് അഭിനന്ദിച്ചു. മനാംശി കകുപ്പോ വാത, മനസ്സുകളെയും, കകുപ്പുകൾ എന്നുവെച്ചാൽ ദിക്കുകൾ, ദിക്കിന്റെ കോണുകളെയും, വാതാഹ കാറ്റുകളും,
ഫരിതഃ നദികളും അദ്രേഹ പർവ്വതങ്ങളും പ്രഫേദുഹു പ്രഭാവിച്ചു. അപ്പൊ ഇവരുടെ ഈ നരനാരായണന്മാരുടെ രണ്ട് ഋഷിമാരുടെ ജന്മം കൊണ്ട് 4 ദിക്കുകളും എല്ലാവരുടെയും മനസ്സും കാറ്റും നദികളും പർവ്വതങ്ങളും ഒക്കെ പ്രഭാവിച്ചു. ഈ ലോകത്തിനു മുഴുവനും സുഖമുണ്ടായി, തുഷ്ടിയുണ്ടായി എന്ന് സാരം. ലോകശാന്തിക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കാനാണ് ഭഗവതംശമായ ഈ 2 ഋഷിമാരുടെ ജന്മദൗത്യം. അവർ തപസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ശുദ്ധമായ സത്വസ്വരൂപമുള്ള മൂർത്തി, ആ മൂർത്തിയിലാണ് ജ്ഞാനവൈരാഗ്യാദികളായ സകല ഗുണങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്, ഈ മൂർത്തിയിൽ നിന്നാണ്. അപ്പോൾ ശുദ്ധസത്വമയായ മനോവൃത്തിയിൽ നിന്നും നാരായണനും കർമ്മഫലം അനുഭവിക്കുന്ന ഋഷിയും ഒന്നിച്ച് അവതരിച്ചു എന്ന് സാരം. ശുദ്ധമായ സത്വത്തിൽ നിന്നാണ് ഭഗവാൻ അവതരിക്കുക നാരായണൻ. കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ഋഷിയായി. അങ്ങനെ നാരായണൻ സാക്ഷാൽ ഭഗവാനും നരൻ ഭഗവാന്റെ അംശമായ ഋഷി. നരന്റെ ഭാവം കൊണ്ട് ജീവാത്മാവാണ്, നാരായണന്റെ ഭാവം കൊണ്ട് പരമാത്മാവ്. ജീവാത്മ പരമാത്മാക്കൾ ഒന്നിച്ച് ഇവിടെ അവതരിച്ചപ്പോൾ ലോകം ഏറ്റവും അധികം വിളങ്ങി ശോഭിച്ചു എന്ന് സാരം. സർവഗുണോത്പത്തർ നാരായണ ഏയോർ ജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംശിക ഉഭോവാദ പ്രതേതു സരിതോദ്രയാം. സർവഗുണോത്പത്തി മൂർത്തി നരനാരായണൗ ഋഷി അഭൂത യയോ ജന്മനി അധഃ വിശ്വം സുനിർവൃതം അഭ്യനന്ദൻ മനാംസി രൗഭഃ വാതാഃ സരിതഃ അദ്രേഹ പ്രസേത്. മൂർത്തി സർവഗുണോത്പത്തർ നരനാരായണ ഋഷി ഏയോർ ജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംശിക ഉഭോവാദ പ്രസേതു സരിതോദ്രയാം. മൂർത്തി സർവഗുണോത്പത്തർ നരനാരായണ ഋഷി ഏയോർ ജന്മന്യതോ വിശ്വം അഭ്യനന്ദൻ സുനിർവൃതം മനാംശിക ഉഭോവാദ പ്രസേതു സരിതോദ്രയാം. ദിവ്യവാദന്താസൂര്യാണി വേദുകുസുമവൃഷ്ടയാ മുനയസ്തുഷ്ടോസ്തുഷ്ടാജഗുർഗന്ധർവകിന്നരാം. ഈ നരനാരായണന്മാർന്ന് ഋഷിമാരായി ഭഗവാൻ അവതരിച്ചപ്പോൾ ദിവി സ്വർഗത്തിൽ അവാദന്ത സൂര്യാണി വാദ്യങ്ങൾ വധിച്ചു. ദിവി അവാദന്ത ദിവ്യ അവാദന്ത അവാദന്ത വധിപ്പിച്ചു, ശബ്ദം ഉണ്ടാക്കി, കൊട്ടി എന്നർത്ഥം. സൂര്യം പെരുമ്പറ പോലുള്ള വാദ്യം. പേതു കുസുമവൃഷ്ടയ പേതുഹുന്തൽ വീണു, കുസുമവൃഷ്ടികൾ പതിച്ചു, അവർ പുഷ്പവൃഷ്ടി ചെയ്തു. മുനേഹ തുഷ്ടുഹു തുഷ്ട മുനിമാർ സന്തുഷ്ടരായിട്ട് സ്തുതിച്ചു. ജഗു ഗന്ധർവകിന്നരാഹ ഗന്ധർവകിന്നന്മാർ പാടി, ജഗുഹ പാടി. ജഗുഹു ഗന്ധർവകിന്നരാ ദിവ്യവാദന്തൂര്യാണി പേതു കുസുമവൃഷ്ടയാം മുനയസ്തുഷ്ടുസ്തുഷ്ടാഃ ജഗുർഗന്ധർവകിന്നരാഃ. ദിവി തൂര്യാണി അവാദ്യന്ത കുസുമവൃഷ്ടയഃ പേതുഃ മുനയഃ തുഷ്ടുഃ തുഷ്ടാഃ ഗന്ധർവകിന്നരാഃ ജഗുഃ. ദിവ്യവാദന്തൂര്യാണി പേതു കുസുമവൃഷ്ടയാം മുനയസ്തുഷ്ടുസ്തുഷ്ടാ ജഗുർഗന്ധർവകിന്നരാഃ. ദിവ്യവാദന്തൂര്യാണി പേതു കുസുമവൃഷ്ടയാം മുനയസ്തുഷ്ടുസ്തുഷ്ടാ ജഗുർഗന്ധർവകിന്നരാഃ. നൃത്യന്തി സ്മസ്ത്രിയോ ദേവ്യാം പരമമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപതസ്തുരപിഷ്ടവൈ. നൃത്യന്തി സ്മ നൃത്തം ചെയ്തു,
സ്ത്രീകൾ ദേവ്യഃ ആസീത് പരമമംഗള. ദേവ്യഃ സ്ത്രീഹ ദേവസ്ത്രീകൾ എന്നത്. ദേവസ്ത്രീകൾ നൃത്തം ചെയ്തിട്ട് പരമമംഗളമുള്ളവരായി തീർന്നു. ആസീത് ആയി. ദേവ ബ്രഹ്മാദയ സർവേ, ബ്രഹ്മാദികളായ എല്ലാ ദേവന്മാരും ഉപതസ്തുഹു സ്തുതിച്ചു, അഭിഷ്ടം ഇഷ്ടപ്പെട്ട സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുകയും ചെയ്തു. നൃത്യന്തിപ്രിയോ ദേവ്യ പരമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപതസ്തുരഭിഷ്ടവൈ. ദേവ്യഃ സ്ത്രീയഃ നൃത്യന്തി പരമമംഗളം ആസീത്. നൃത്യന്തി സ്മ പരമമംഗളം ആസീത്. ബ്രഹ്മാദയ സർവേ ദേവാ അഭിഷ്ടവൈ ഉപതസ്തു. നൃത്യന്തി സ്മ പ്രിയോ ദേവ്യ പരമമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപതസ്തുരഭിഷ്ടവൈ. നൃത്യന്തി സ്മ പ്രിയോ ദേവ്യാം പരമമംഗളം ദേവാ ബ്രഹ്മാദയ സർവേ ഉപതസ്തുരഭിഷ്ടവൈ. ദേവന്മാർ പറഞ്ഞു, യോ മായയാ വിരചിതം ജയാത്തനീതം ഹേ രൂപഭേദമിവ തത് പ്രതിദക്ഷണായ ഏതേന ധർമ്മപദനേ ഋഷിമൂർത്തിനാദ്യ പ്രാതിഷ്ഠകാരവൃഥായ നമഃ പരസ്മൈ. ദേവന്മാരുടെ സ്തുതി ഉള്ള 2-3 ശ്ലോകം അവതരിപ്പിച്ചതാണ്. യോ യാതൊരുവനാണോ മായയാ വിരചിതം നിജയ ആത്മനീത, നിജയാ മായ തന്റെ മായ കൊണ്ട് ആത്മനി ഇതം വിരചിതം, തന്റേതായ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഹേ ആകാശത്തിൽ രൂപഭേദമിവ, രൂപഭേദത്തെ പോലെ ആണ് ആത്മനി വിരചിതം, ആത്മാവിൽ ഉണ്ടാക്കപ്പെട്ടതായ ഈ രൂപഭേദം ഇവ തത് പ്രതിചക്ഷണായ, അത് ഉപദേശിക്കാനായിക്കൊണ്ട് ഏതേന ധർമ്മസദനെ ഋഷിമൂർത്തിന അദ്യ ഇന്ന് ഈ ധർമ്മസദനത്തിൽ ഋഷിമൂർത്തി ഈ കാരണത്തിന് വേണ്ടി പ്രാദുർഭവിച്ചു. പുരുഷായ നമഃ, ആ പുരുഷനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ഈ ദേവന്മാർ ആ പരമപുരുഷനായ ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങേക്ക് നമസ്കാരം പറഞ്ഞു. ഈ വിശ്വം മുഴുവനും അങ്ങയുടെ ഇച്ഛാശക്തിയായ മായയെ ആശ്രയിച്ചിട്ട് അങ്ങ് തന്നെ നിർമ്മിച്ചതാണ്. പ്രപഞ്ചം സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. അതിനൊരു കാരണം, ഒരു ഉപാദാനമായിട്ട് സ്വീകരിച്ചത് മായയാണ്. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഈ തത്വം ഉപദേശിക്കാനായിക്കൊണ്ടാണ് ധർമ്മദേവന്റെ പത്നിയിൽ ഋഷിസ്വരൂപത്തോടുകൂടി അങ്ങ് അവതരിച്ചത്. ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മായ കൊണ്ടാണ് എന്ന് ലോകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെ ഋഷിയുടെയും ഭഗവാന്റെയും സ്വരൂപത്തിൽ രണ്ടായി അവതരിച്ചത്. ഇതൊക്കെ നമുക്ക് പല പേരുകളിൽ അറിയപ്പെടുന്ന ഉപാധികളോടുകൂടി കാണപ്പെടുന്ന വസ്തുക്കൾ ഒന്ന് തന്നെയാണ്. ഇപ്പൊ കുടത്തോടുള്ള ചേർച്ച കൊണ്ട് ഈ ആകാശം, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആകാശം ഒരു കുടമുണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് അളവിൽ തിട്ടപ്പെട്ടു. ഈ കുടത്തിന്റെ അകത്തുള്ള ആകാശം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കുടം പൊട്ടിയാൽ ഈ ആകാശം പ്രപഞ്ചാകാശത്തിലേക്ക് ലയിക്കും. അതുകൊണ്ട് പല പല പേരുകൾ ഇവിടെ കാണപ്പെടുന്ന വസ്തു ഒക്കെയും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന വസ്തു ആണെങ്കിലും അത് അപരിച്ഛിന്നമാണ്, ഏകമാണ്, ആകാശം ഒന്നേ ഉള്ളൂ,
പല രൂപഭേദങ്ങൾ പലതായിട്ട് കാണപ്പെടുന്നുള്ളൂ. അതുപോലെയാണ് അങ്ങ് ഏകമായ ഗുണത്തെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ഇത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നരനാരായണ അവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയാം. എന്തിനാണ് അങ്ങ് ഇപ്പോൾ ഈ രൂപം ഞങ്ങളുടെ മുമ്പിൽ അവതരിച്ചത് എന്നുള്ളതിന്റെ ഒരു മറുപടിയായിട്ട് പറയുകയാണ്. യോ മായയാ വിരചിതം ജയാത്മനീതം രൂപഭേദമിവ തത്പ്രതിലക്ഷണായ ഏതേന ധർമ്മപദനേ ഋഷിമൂർത്തിനദ്യ പ്രാദുഷ്ടകാര പുരുഷായ നമ പരസ്മൈ. നിജയാ മായയ ഹേ രൂപഭേദം ആത്മനി വിരചിതം തത് ഇതം പ്രതിചക്ഷണായ അദ്യ ധർമ്മപദനെ ഏതേന ഋഷിമൂർത്തിന പ്രാദുഷ്ടകാര പരസ്മൈ പുരുഷായ നമഃ. യോ മായയാ വിരചിതം നിജയാത്മനീതം ഹേരൂപഭേദമിവ തത്പ്രതിദക്ഷണായാം ഏതേന ധർമ്മപദനേ ഋഷിമൂർത്തിനാദ്യാം പ്രാദുഷ്ടകാര പുരുഷായ നമഃ പരസ്മൈ. യോ മായയാ വിരചിതം നിജയാത്മനീതം ഹേരൂപഭേദമിവ തത്പ്രതിദക്ഷണായാം ഏതേന ധർമ്മപദനേ ഋഷിമൂർത്തിനാദ്യ പ്രാദുഷ്ടകാര പുരുഷായ നമഃ പരസ്മൈ. സ്വയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടൻ സത്വേന ന പുരഗണാനുമേയ തത്വാം ദൃശ്യാദപ്രകരുണേന വിലോകനേന ശ്രീനികേതമമലം ക്ഷിപതാരവിന്ദം. സ്വയം അങ്ങനെയുള്ള അങ്ങ് സ്ഥിതി വ്യതികര ഉപശമായ സൃഷ്ടൻ. സ്ഥിതിവ്യതികര ഉപശമായ സ്ഥിതിയുടെ വ്യതികരത്തെ ഉപശമിപ്പിക്കാൻ വേണ്ടി സ്ഥിതി നിലനിൽപ്പാണ്, സൃഷ്ടി കഴിഞ്ഞുള്ള വസ്തുക്കളുടെ ഇരിപ്പാണ്. അത് പലത് കൂടിച്ചേർന്നുള്ള ഒരു വ്യതികരമാണ്. ആ വ്യതികരത്തെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സമസ്ത ജീവജാലങ്ങളിലും വ്യത്യസ്തമായ രൂപഭേദഭാവങ്ങളെ ഒന്ന് ഏകമാക്കി ഒന്നിപ്പിക്കാൻ വേണ്ടി സത്വേന പുരഗണാൻ അനുമേയ തത്വ സത്വഗുണം കൊണ്ട് ദേവഭംഗങ്ങളായ ഞങ്ങളെ അധപ്രകരുണേന വർദ്ധിച്ച കാരുണ്യത്തോടു കൂടിയുള്ള വിലോകനേന നോട്ടം കൊണ്ടായിരുന്നു. അനുഗ്രഹിക്കണം. അധപ്രകരുണേന വിലോകനേന ദൃശ്യ കാണണം അനുഗ്രഹിക്കണം എന്നർത്ഥം. യത് ശ്രീനികേതം അമലം യാതൊരു ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനവും നിർമ്മലവുമായ അരവിന്ദം ക്ഷിപത താമരപ്പൂവിനെ നിസ്സാരമാക്കി മാറ്റുന്നതാണ് അങ്ങയുടെ ഈ തത്വം. സൃഷ്ടിയാദികളായ കാര്യങ്ങൾക്ക് വേണ്ടി, സൃഷ്ടി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ മഹത്വം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് അറിയാൻ ഞങ്ങൾക്ക് സാമർഥ്യമില്ല, കഴിവില്ല. ഈ ലോകം അതിൻ്റെ മര്യാദ അതിക്രമിച്ചു പോകാതെ ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഗുണങ്ങൾ ഉപദേശിച്ചു തരാൻ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട അധികാരികളായ രണ്ട് ശക്തികളാണ് ഈ നരനും നാരായണൻ. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനേക്കാൾ സൗന്ദര്യമുള്ള അങ്ങയുടെ കടക്കണ്ണിന്റെ പൂർണ്ണത കൊണ്ട് ഞങ്ങളെ ഒന്ന് കടാക്ഷിക്കണമേ എന്നൊരു അപേക്ഷയാണ്. സ്വയം സ്ഥിതി വ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന പുരഗണാനുമേയ തത്വാം ദൃശ്യാദപ്രകരുണേന വിലോകനേന നികേതമലം ക്ഷിപതാരവിന്ദം. അനുമേയ തത്വഃ അയം സ്ഥിതിവ്യതികരോപശമായ സത്വേന സൃഷ്ടാൻ പുരഗണാൻ അധപ്രകരുണേന
വിലോകനേന ദൃശ്യാത് യത് ശ്രീനികേതം അമലം അരവിന്ദം ക്ഷിപതാ സ്വയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന ന പുരഗണാനുമേയതത്വാം ദൃശ്യാദപ്രകരുണേന വിലോകനേന ശ്രീനികേതമമലം ക്ഷിപതാരവിന്ദം സ്വയം സ്ഥിതിവ്യതികരോപശമായ സൃഷ്ടാൻ സത്വേന ന പുരഗണാനുമേയതത്വാം ദൃശ്യാദപ്രകരുണേന വിലോകനേന ശ്രീനികേതമമലം ക്ഷിപതാരവിന്ദം ഏവം പുരഗണയുക്താദാം വന്ദാവഭിഷ്ടുതൗ ലബ്ധാവലോകൈ ലോകൈ ലോകൈഃ അയതോ ചിതോ ഗ്രന്ഥമാദനം ഏവം പുരഗണൈഃ ഇങ്ങനെ ദേവഗണങ്ങളാൽ ഹേ താത കുഞ്ഞ കുട്ടി വത്സ എന്ന് വിളിച്ചത് ഭവന്തൗ അഭിഷ്ടിതൗ നിങ്ങൾ സ്തുതിക്കപ്പെട്ടപ്പോൾ ലബ്ധ അവലോകൈഃ ലഭിക്കപ്പെട്ട അവലോകത്തോടുകൂടി നോട്ടത്തോടുകൂടി യയതുഹു പോയി അർച്ചിതവും അർച്ചിക്കപ്പെട്ടവരായ അവർ ഗ്രന്ഥമാല ഹേ വിദുര എന്ന് വിളിച്ചതാണ്. വിദുര മൈത്രേയ സംവാദമാണ് കൊണ്ടാണ് വത്സ എന്നിവിടെ മൈത്രേയ മഹർഷി വിളിച്ചത്. ദേവന്മാരിങ്ങനെ സ്തുതിച്ചപ്പോൾ നരനാരായന്മാരായ ആ രണ്ട് ഭഗവത് സ്വരൂപമായ ഋഷിമാർ ദേവന്മാരെ കാരുണ്യത്തോടെ ഒന്ന് നോക്കി കളാക്കി. അതുകൊണ്ട് അവരുടെ എല്ലാ മനോരഥങ്ങളും സാധിച്ചതുകൊണ്ട് അവരെ ഗന്ധപുഷ്പക്ഷണാദികളെ കൊണ്ട് പൂജിക്കപ്പെട്ട ആ രണ്ട് ഋഷിമാർ തപസ്സിനായിക്കൊണ്ട് ഗന്ധമാദന ഭഗവത്ക്ക് അതെ ഏവം സുരഗണൈസ്താദാ ഭഗവന്താവഭിഷ്ടുതൗ ലബ്ധാവലോകൈര്യേതോ ചിതൗ ഗന്ധമാദനം. അതാണ് ഏവം സുരഗണൈഃ അഭിഷ്ടുതൗ ഭഗവന്തൗ ലബ്ധാവലോകൈഃ സുരഗണൈഃ അർച്ചിതൗ ഗന്ധമാദനം ഏതു. ഏവം സുരഗണൈസ്താദാ ഭഗവന്താവഭിഷ്ടുതൗ ലബ്ധാവലോകൈര്യേതോ ഗന്ധമാദനം. സാവിമൗ വൈ ഭഗവതോ ഹരേരംശാവിഹാഗതൗ ഭാരവ്യയായത ഭുവക്ഷ്ണൗ യദുഗുരുദ്വഹൗ. തൗ ഇമൗ ഇവർ രണ്ടുപേരും വൈ തീർച്ചയായിട്ടും ഭഗവതോ ഹരേഹി അംശൗ ഇഹ ആഗതൗ ഹരിയുടെ അംശമായി ഇവിടേക്ക് അവതരിച്ചു വന്നവരാണ് ഇവർ രണ്ടുപേരും. ഭാരവ്യയായ ഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരുടെ ഭൂമിയുടെ കൃഷ്ണവും യദുകുരുദ്വഹൗ യദുക്കളുടെയും കുരുക്കന്മാരെയും പാലിക്കുന്ന കൃഷ്ണന്മാരായിട്ട് ഈ ലോകത്തിൽ അവര് ആഗതരായതാണ്, വന്നു ചേർന്നതാണ്. ഭഗവാന്റെ അംശഭൂതന്മാരാണ് നരനാരായന്മാർ. ഇപ്പോൾ ഭാരതഖണ്ഡത്തെ അസുരന്മാരുടെ ബലം വർദ്ധിച്ചത് കൊണ്ട് ഭൂമിക്ക് ഭാരം കൂടിയപ്പോൾ ആ സങ്കടത്തെ തീർത്ത് ഭൂമിയെ വേണ്ട വിധത്തിൽ മര്യാദയ്ക്ക് നിലനിർത്താൻ യദുവംശത്തെ പരിപാലിക്കുന്ന കൃഷ്ണനും കുരുകുലത്തെ പരിപാലിക്കുന്ന അർജുനനായും അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന പേരോടുകൂടിയും അവതരിച്ചിരിക്കുന്നു. ദേവകീപുത്രനായ കൃഷ്ണൻ സ്വയം ഭഗവാനാണ്. കുന്തിപുത്രനായ അർജുനനാകട്ടെ പൂർവാവതാരത്തിൽ അംശം കൊണ്ട് അവതരിച്ചതാണ് എന്നും ധരിക്കണം. അതുകൊണ്ടാണ് കൃഷ്ണാർജുനന്മാരാണ് ഈ നരനാരായന്മാർ എന്ന് ഇവിടെ വ്യക്തമാക്കിയത്. സാവിമൗ വൈ ഭഗവതോ ഹരേഹി അംശൗ ആഗവത അംശാവിഹാഗതൗ ഭാരവ്യയായത ഭുവഃ കൃഷ്ണൗ യദുഗുരുദ്വഹൗ. ഭഗവതഃ ഹരേഃ തൗ ഇമൗ അംശൗ ഭുവഃ ഭാരവ്യയായ യദുഗുരുദ്വഹൗ കൃഷ്ണൗ ഇഹ ആഗതൗ.
താവിമൗ വൈ ഭഗവതോ ഹരേരംശാ വിഭാഗതൗ ആരഭ്യയായ ഭുവ കൃഷ്ണൗ യദു ഗുരുദ്വഹൗ താവിമൗ വൈ ഭഗവതോ ഹരേഃ ദിശാ വിഭാഗതൗ ആരഭ്യയായ ഭുവ കൃഷ്ണൗ യദു ഗുരുദ്വഹൗ സ്വാഹാഭിമാനിനശ്ചാഗ്നേഃ ആത്മജാം സ്ത്രീന ജീജനം പാവകം പവമാനം ച ശുദ്ധം ച ഹുതഭോജനം സ്വാഹാഭിമാനിനഃ ച സ്വാഹ എന്ന് അഭിമാനിക്കുന്ന ച അഗ്നേഹേ അഗ്നിയുടെ പത്നി ആത്മജാം സ്ത്രീ അജീജൻ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. പാവകൻ, പവമാൻ, ശുചി എന്ന് 3 പേരെ. 3 പേരും ഹുതഭോജൻ ഹോമിക്കപ്പെട്ടത് ഭക്ഷിക്കുന്നവരാണ് 3. അങ്ങനെ 16 പുത്രന്മാരുടെ 13 പേരുടെ വംശം പറഞ്ഞു. 14ാമത്തെ പുത്രിയെ സ്വാഹ കൊടുക്കുക. ആ സ്വാഹ അഗ്നിയുമായി കുടിച്ചെന്ന് 3 പുത്രന്മാരെ ജനിപ്പിച്ചു. പാവകൻ, പവമാനൻ, ശുചി 3 അഗ്നിയിലെ പര്യായ പദങ്ങളാണ്. ഇങ്ങനെ 3 പുത്രന്മാരെ അവൻ ജനിപ്പിച്ചു. സ്വാഹാഭിമാനിനശ്ചാഗ്നേഃ ജീജനം പാവകം പവമാനം ശുചിം ച ഹുതഭോജനം സ്വാഹാഭിമാനിനശ്ചാഗ്നേഃ ആത്മജാം സ്ത്രീന ജീജനം പാവകം പവമാനം ശുചിം ച ഹുതഭോജനം അഭിമാനിനഃ അഗ്നേഃ സ്വാഹ സ്ത്രീൻ ആത്മജാൻ അജീജനം ഹുതഭോജനം പാവകം പവമാനം ശുചിം ച സ്വാഹാഭിമാനിനശ്ചാഗ്നേഃ ആത്മജാം സ്ത്രീന ജീജനം പാവകം പവമാനം ച ശുചിം ച ഹുതഭോജനം. ഈ 5-6 ശ്ലോകങ്ങൾ വേണ്ട നമുക്കൊന്നും തീരില്ലാതെ നമുക്ക് ഇവിടെ ഉപസംഹരിപ്പിക്കാം തീർക്കാം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സമയം അതിക്രമിച്ചു. ഇന്നിവിടെ ഉപസംഹരിക്കണം. ഉപസംഹരിച്ച ശേഷം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. നാളെ ബുധനാഴ്ചത്തെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, എന്നെങ്കിൽ ഇന്ന് അറിയിക്കുകയാണ്. മറ്റേ സ്വാമി മഠത്തിൽ വെച്ചുള്ള ഗുരുശിഷ്യ സംഗമത്തിന്റെ ഭാഗമായി നാളെ പലർക്കും എത്തിച്ചേരേണ്ടതുണ്ട്. നാളത്തെ ക്ലാസ് നമുക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. മറ്റന്നാൾ രാവിലെ എല്ലാവരെയും സന്തോഷത്തോടെ കാണാൻ.